ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ ഇലക്ട്രിക്കിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒന്ന് റീവയറിംഗ് രീതിയിൽ നമ്മൾ ചെയ്യാൻ സാധിക്കും. അതായത് പഴയ വീട് എല്ലാ വയറിങ്ങും പൊളിച്ച് കളഞ്ഞതിന് ശേഷം പുതിയ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല രീതിയിലുള്ള കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഓരോ ഇലക്ട്രീഷ്യന്മാർ നമ്മുടെ വീടുകളിൽ വർക്ക് ചെയ്യുന്നത്. കാരണം അത്രയും പൊടി കാര്യങ്ങളൊക്കെ സഹിച്ചതിന് ശേഷമാണ് ഇതുപോലെ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നല്ല രീതിയിൽ തന്നെയാണ് ഓരോ വീട്ടിലും നല്ല രീതിയിൽ അവരുടെ ആയുസിൻ്റെ നല്ലൊരു ശതമാനം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം പൊടി എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെയാണ് പൊടി വരുന്നത്. കാരണം നമ്മുടെ വീട് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടാമത് കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പൊടി ഒട്ടും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഹൈ ആയിരിക്കും. ഇത് ഓൾറെഡി തേച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ്. തേച്ച് കഴിഞ്ഞതിന് ശേഷം അതായത് പഴയ വീട് തന്നെ റീസ്റ്റോർ ചെയ്യുന്നതാണ്. പഴയ പൈപ്പുകളെല്ലാം പൊളിച്ച് കളഞ്ഞ് പുതിയ രീതിയിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ വരുന്ന ഹാളിൽ വരുന്ന 18-ൻ്റെ ബോക്സ് അതിൽ നിന്ന് നേരെ ലിങ്ക് ചെയ്ത് വരുന്നു. പിന്നെ അതിൽ നിന്ന് സെപ്പറേറ്റ് എവിടേക്കൊക്കെയാണോ ആവശ്യം വരുന്നത് അവിടേക്കെല്ലാം തന്നെ നമ്മുടെ വീടുകളിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വയറ് വലിക്കാവുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം സർക്യൂട്ട് വലിക്കുന്ന സമയത്ത് ഏത് സ്ഥലത്തേക്ക് നമുക്ക് സിമ്പിളായിട്ട് പിന്നീട് DB ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്നതിൻ്റെ രീതിയിൽ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ 1 ഇഞ്ച് പൈപ്പാണ് കൊടുക്കുന്നത്. അതായത് 25 mm പൈപ്പാണ് കൊടുക്കുന്നത്. DB ആണ് ഈ സ്ഥലത്ത് വരുന്നത്. അവിടെ നിന്ന് വരുന്ന പൈപ്പുകൾ ഒരു 3 പൈപ്പ് 1 ഇഞ്ച് പൈപ്പിന് വേണ്ടി വന്നിരിക്കുന്നു. അതിനുശേഷം ഈ ബോക്സിലേക്ക് വരുന്നതിന് ഒരു 12 മോഡ്യൂളിൻ്റെ ബോക്സിലേക്ക് വന്നു. ഈ 12 മോഡ്യൂളിൻ്റെ ബോക്സിൽ നിന്ന് നേരെ ബാക്ക് തുറന്നിട്ടാണ് അതിൻ്റെ കിച്ചണിൻ്റെ ഏരിയ വരുന്നത്. പിന്നെ അവിടെ നിന്ന് സെക്ഷനിൽ സെപ്പറേറ്റ് സെക്ഷനുകളാണ് പോകുന്നത്. ഈ സെക്ഷൻ നേരെ വന്നതിന് ശേഷം അടുത്ത റൂമുകളിലേക്ക് പോകുന്നു. അവിടെ നിന്നും അതായത് DB ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന DBയിൽ നിന്നും സെപ്പറേറ്റ് സർക്യൂട്ടുകൾ നമ്മൾ എല്ലാ സെക്ഷനിലേക്കും അതായത് റൂമുകളിലേക്ക് എത്ര റൂമുണ്ട് ആ റൂമുകളിലേക്ക് എല്ലാം തന്നെ സെപ്പറേറ്റ് സർക്യൂട്ടുകളാണ് പോകുന്നത്. ACക്ക് വേണ്ടി സെപ്പറേറ്റ് സർക്യൂട്ടുകളാണ് വരുന്നത്. ഈ റൂമിലാണെങ്കിൽ സെപ്പറേറ്റ് സർക്യൂട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ കിച്ചണിലേക്കാണെങ്കിൽ ഒരു 3 സർക്യൂട്ട് വരുന്ന രീതിയിൽ പവർ സർക്യൂട്ട്, മോട്ടറിൻ്റെ സർക്യൂട്ട് വരുന്ന സെപ്പറേറ്റ് ആണ്. പിന്നെ വരുന്നത് നോർമൽ സർക്യൂട്ട്, പിന്നെ നമുക്ക് വർക്ക് ഏരിയ വരുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരു പവറിൻ്റെ സർക്യൂട്ട്, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് സർക്യൂട്ടുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പൈപ്പ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാൽ മാത്രമേ നമുക്ക് ഇതിലൂടെ വയറ് വലിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണ്ട് രീതി ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ പൈപ്പുകൾ മാക്സിമം എണ്ണം കൂട്ടിയിടുക. അതിനുശേഷം നമുക്ക് ജംഗ്ഷനുകൾ 4 VC ബോക്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും വയറ് വലിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഈ ഏരിയയിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൻ്റെ ഏരിയയാണ്. കിച്ചണിൻ്റെ ഏരിയയിൽ വരുന്ന ഫ്രിഡ്ജിൻ്റെ ഏരിയ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം അതായത് സ്ലാബ് വരുന്നുണ്ട്. അതിൽ നിന്നും സ്ലാബിൻ്റെ ഹൈറ്റ് ഏകദേശം 85-90 ഫിനിഷിംഗ് ലെവൽ വരുന്നത്. അതിൽ നിന്ന് ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ കിച്ചൺ സ്ലാബിൻ്റെ ലൈറ്റുകൾ കൊടുക്കും. പിന്നെ ഹോബിൻ്റെ ലൈറ്റ് ഹോബിന് വേണ്ടിയിട്ട്, അതായത് ഹോബി ഉദ്ദേശിച്ച ചിമ്മിണിക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ കൊടുക്കും. ഇവിടെ വരുന്ന മെയിൻ ബോക്സ് ആണ് വരുന്നത്. മെയിൻ ബോക്സ് കിച്ചണിൻ്റെ മെയിൻ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്കിങ് എന്ന് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം പുറത്തെ ലീഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അതിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ബാക്ക് 2 ബോക്സുകൾ തമ്മിലുള്ള ലിങ്കിങ് വളരെ ഉത്തമമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ നമ്മുടെ വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ആയുസിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പൊടി എന്ന് പറഞ്ഞാൽ നിസാര പൊടിയായിരിക്കില്ല, ഹൈ ലെവലിലുള്ള പൊടിയായിരിക്കും ഓരോ ഇലക്ട്രീഷ്യന്മാർ നമ്മുടെ വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.